ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുഖമൊക്കെ കഴുകി ഫ്രഷ് ആക്കി ഇതാ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. എന്നെ കൊണ്ട് പറ്റുന്ന തോനെയൊക്കെ വാരി പുത്തി നല്ലപോലെ തേച്ചൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീനാണ് കാണിച്ചത്, ന്യൂട്രിജനയുടെ സൺസ്ക്രീനാണ്. അതും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തോനെ വാരി പുത്തി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നെ അപ്പുറത്ത് കളിയാക്കി ചിരിക്കേണ്ട സൺസ്ക്രീൻ ഇട്ടിട്ടുള്ള ഷോയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പൗഡർ പഫൊക്കെ വെച്ചിട്ടാണ് പൗഡർ ഇടുന്നത്. കൊച്ചു കുട്ടികൾ ഇടുന്ന പോലെ പൗഡർ പഫൊക്കെ വെച്ചിട്ടാണ് ഞാൻ പൗഡർ ഇടുന്നത്. എന്തോ അതെനിക്കങ്ങ് ശീലമായിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം പൗഡർ ഇട്ടിട്ടുള്ള ഷോയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുകയാണ്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഇതല്ല, പക്ഷേ അത് വീട്ടിലിരിക്കുക. ഇത് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചതാണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ കെട്ടാൻ പോവാണ്. മുടിയൊക്കെ വൗപ്പൊക്കെ എടുത്ത് ഉടക്കൊക്കെ എടുത്തിട്ട് മുടി കെട്ടാൻ പോവാം. എനിക്ക് ആകെ ഒരു 2 ഹെയർ സ്റ്റൈലേ അറിയത്തുള്ളൂ കേട്ടോ. ഒന്ന് സൈഡിൽ ഇങ്ങനെ വൗപ്പെടുത്തിട്ട് മുടി ചുരുട്ടി കെട്ടുന്നതും, നേരെ വൗപ്പെടുത്തിട്ട് മുടി ചുരുട്ടി കെട്ടുന്നതും. ചുരുട്ടി കെട്ടുക എന്നുള്ളതാണ് എൻ്റെ ഹൈലൈറ്റ്. ഇതിനപ്പുറം ഒരു ഹെയർ സ്റ്റൈൽ എനിക്കറിയത്തില്ല. അപ്പം അങ്ങോട്ട് അവിടെ നിന്ന് ചരിച്ച വൗപ്പൊക്കെ എടുത്ത് ഒരു സൈഡിൽ നിന്ന് കുറച്ച് മുടിയൊക്കെ എടുത്ത് ഷോ കാണിക്കുക, ഫ്രണ്ടിലോട്ട് ഇട്ട് എങ്ങനെയൊക്കെയോ ചീവി ഏറ്റവും അവസാനം റെഡിയാക്കി ചുരുട്ടി അങ്ങ് കെട്ടി. അതിനുശേഷം ഇപ്പുറത്തെ സൈഡും അതേപോലെ എടുത്തിട്ട് അവിടെ നിന്ന് കുറച്ച് മുടിയും അവിടെ നിന്ന് ഷോ കാണിക്കാനെ കൊണ്ട് എടുത്തിട്ടതിന് ശേഷം അവിടെ എങ്ങനെയൊക്കെയോ ചുരുട്ടി അങ്ങ് റെഡിയാക്കി. എന്തോ ഇപ്രാവശ്യം അപ്പുറത്തുനിന്ന് ചുരുട്ടി കെട്ടിയപ്പം പെട്ടെന്ന് റെഡിയായി കേട്ടോ. സാധാരണ എനിക്കങ്ങനെ റെഡിയാകാറില്ല. അടുത്തത് ഞാൻ ഇനി കണ്ണെഴുതാൻ പോവാണേ. കണ്ണെഴുതാൻ വേണ്ടി ഐലൈനറൊക്കെ എടുത്തിട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ ഒരു മോക്കൊരു ചുമന്ന് തുടുത്തിരിക്കുന്നതാണെന്ന്. ഇനി എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് കണ്ണെഴുതാമെന്ന് വിചാരിച്ച് ഞാനത് ഫോണിൽ നോക്കി കണ്ണെഴുതാം. സാധാരണ ഞാൻ ഫോണിൽ നോക്കിയൊന്നും കണ്ണെഴുതാറില്ല. എത്ര കണ്ണെഴുതിയാലും ഫോണിൽ നോക്കി കണ്ണെഴുതി എനിക്ക് ശരിയാകത്തുമില്ല. കണ്ണാടി നോക്കി എഴുതിയാലേ ശരിയാകത്തില്ല. ഞാൻ ഫോണിൽ നോക്കി എഴുതാൻ പോകുന്നത്. പിന്നെ ക്യാമറ ഓഫാക്കി ഞാൻ കണ്ണാടിൻ്റെ മുന്നിൽ പോയി കണ്ണെഴുതി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് ഒന്നും കൂടെ ഒന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ടച്ചപ്പ് ചെയ്യുകയാണേ. ഇനി ഞാൻ വാച്ചൊക്കെ കെട്ടാൻ പോവാണേ. വാച്ച് കെട്ടുന്നതിൻ്റെ ഇടയ്ക്കൂടെ എന്നെ അപ്പുറത്ത് നിന്ന് കളിയാക്കുക. അതാ ഞാൻ ഈ ചിരിച്ചുകൊണ്ട് ഈ കാര്യം പറയുന്നത്. വാച്ചൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുള്ള ഷോയാ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മുടിയൊക്കെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇട്ട് അവസാനമായിട്ടൊന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കെ, ബൈ.